സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം വായിച്ചപ്പോൾ ഒരു തമാശ ഓർമ്മ വന്നു. തമാശയാണോ അതോ കാര്യമാണോ എന്ന് നിങ്ങളിത് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സ് പറയണം. ധ്യാനകേന്ദ്രത്തിൽ ആദ്യ നാളുകളിൽ ചെന്നപ്പോൾ അവിടെ ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഡയറക്ടർ അച്ഛനോ മറ്റേതെങ്കിലും അച്ഛനോ വരുമ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെങ്കിൽ ഈ അച്ഛനെ കാണുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് പറയും. ഈ തമ്പുരാനെ നമുക്ക് കളിപ്പിക്കാൻ പറ്റുകയില്ല. തമ്പുരാൻ പറയാണ്, ഞാൻ വരുമ്പോൾ ഈ നിങ്ങൾ വേലക്കാരൻ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്കൊത്തിരി സന്തോഷമാണ്. അങ്ങനെയാണ് യജമാനൻ വരുമ്പോൾ ദാസൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ലതാണ്. എന്നാൽ യജമാനൻ വരുന്നത് കണ്ടിട്ട് ദാസൻ ജോലി ചെയ്യാൻ തുടങ്ങിയാലോ അതിന് വലിയ അർത്ഥം ഉണ്ടായില്ല. അതിന് ആത്മാർത്ഥത എന്ന് പറയുന്നത് ഒട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് ആത്മാർത്ഥതയുള്ള ജോലിക്കാരായി മാറുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ മിനിസ്ട്രിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴാണ് തമ്പുരാൻ വരുന്നത് 24/7 അവൻ നമ്മെ വാച്ച് ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.